കൊല്ലത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു. കുണ്ടറ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സൊസൈറ്റി മുക്ക സ്വദേശി സിയാദിന്റെ കുടുംബം. പോലീസ് സിയാദിനെ മർദ്ദിച്ചതായും സിയാദിന്റെ വാരിയെല്ല് പൊട്ടിയതായുമാണ് കുടുംബം ആരോപിക്കുന്നത്. 13-കാരനായ സഹോദരനെ കാണാനില്ലെന്ന പരാതിയിലാണ് അയൽവാസിയായ സിയാദിനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജൂൺ 16 രാത്രിയാണ് ഒരു മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട സിയാദിനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് ജീപ്പിൽ വെച്ച് പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായാണ് കുടുംബത്തിന്റെ ആരോപണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെയാണ് സിയാദ് മരിച്ചത്. പിന്നാലെ സിയാദിന്റെ മകൾ പോലീസ് ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ചു. ഹലോ, ശ്രീജിത്ത് സാറല്ലേ? അതല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു. ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. പാർവതി ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേര് മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്ന് അന്ന് സാർമാരത്തെ എല്ലായിടത്തും പറഞ്ഞില്ലേ, എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന്. ആന്നോ? അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. പോലീസ് മർദ്ദിച്ച കാര്യം സിയാദ് തന്നോടും മകളോടും സുഹൃത്തിനോടും പറഞ്ഞിരുന്നതായി ഭാര്യ പറഞ്ഞു. കുനിച്ചീർത്തി ഇടിച്ചെന്നാ പറഞ്ഞത്. ഇങ്ങനെ ഇടിച്ചെന്നാ പറഞ്ഞു. ഇരുന്നപ്പോ വണ്ടിക്കകത്ത് വെച്ച് ജീപ്പിനകത്ത് വെച്ച് തന്നെ ഇടിച്ചെന്ന് പറഞ്ഞത്. അത് ഇക്ക പബ്ലിക്കായിട്ട് എന്നാ പറഞ്ഞത്, രഹസ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. സ്റ്റേഷനകത്ത് അവർ പറയുന്ന റെക്കോർഡ് വോയിസ് ഉൾപ്പെടെ റെക്കോർഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. ആ റെക്കോർഡ് എടുത്താൽ കിട്ടും. 17-ാം തീയതി രാവിലെ 8 മണിക്കാണ് സിയാദിനെ കസ്റ്റഡിയിൽ നിന്ന് വിടുന്നത്. സംഭവം കഴിഞ്ഞ് 9 ദിവസത്തിന് ശേഷം സിയാദ് വീടിന് സമീപത്തെ ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടി. പിന്നീട് താലൂക്ക് ആശുപത്രിയിലും കൊല്ലം ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പോലീസ് മർദ്ദനത്തിൽ സിയാദിന്റെ വാരിയലിന് പൊട്ടലുണ്ടായതായും കുടുംബം പറയുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ പോലീസിനെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുകയാണ് കുടുംബം. ജനം, കൊല്ലം.